Lenora. Lenora is different from others. Years of perfect stitching experience. Lenora, linen, cotton cloth and stitching. Pandikad Road, Vandoor. നിലമ്പൂർ പെരുമുണ്ട മാട്ടട ശങ്കരൻ നായർ റോഡ് ഏറ്റെടുത്ത് ചാലിയാർ ഗ്രാമപഞ്ചായത്ത്. പോലീസ് വലയത്തിൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നിവരുടെ നേതൃത്വത്തിലാണ് പഞ്ചായത്തിന്റെ ആസ്തി രജിസ്ട്രേഷനിലുള്ള റോഡ് അളന്ന് കുറ്റിയടിച്ച JCB ഉപയോഗിച്ച് റോഡ് നടപ്പാതയാക്കി മാറ്റിയത്. ജനങ്ങൾക്ക് റോഡ് വിട്ടുനൽകുകയും ചെയ്തു. രാവിലെ 10:15 റോഡ് അളന്ന് തിട്ടപ്പെടുത്തി ജനങ്ങൾക്ക് തുറന്നുകൊടുക്കാനായി പഞ്ചായത്ത് അധികൃതർ എത്തി. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അനീഷ് ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ അപേക്ഷ പരിഗണിച്ച നിലമ്പൂർ SI തോമസ് കുട്ടി ജോസഫിന്റെ നേതൃത്വത്തിൽ വനിതാ പോലീസ് ഉൾപ്പെടെ പോലീസുകാരും എത്തി. റോഡ് അളക്കാനും കുറ്റിയടിക്കാനുമുള്ള നീക്കത്തിൽ സ്ഥലം തന്റേതാണെന്ന വാദവുമായി മുടിയോട്ടിൽ ലക്ഷ്മിയും സഹോദരിയും രംഗത്ത് വന്നു. അടിച്ച കുറ്റി ഇവർ പിഴുതെടുത്തെങ്കിലും പോലീസ് അത് പിടിച്ചെടുത്തു. പഞ്ചായത്തിന്റെ ആസ്തി രജിസ്റ്ററിലുള്ള സ്ഥലം അളക്കുമ്പോൾ തടയാൻ കഴിയില്ലെന്നും മാർഗതടസ്സമുണ്ടാക്കിയാൽ കേസെടുക്കുമെന്നും പോലീസ് അറിയിച്ചെങ്കിലും ലക്ഷ്മി പ്രതിഷേധം തുടർന്നു. എന്നാൽ ഇത് അവഗണിച്ച് അളന്ന് തിട്ടപ്പെടുത്തി കുറ്റിയടിച്ചു. തുടർന്ന് JCB ഉപയോഗിച്ച് 4.20 മീറ്റർ വീതിയിൽ 300 മീറ്റർ നീളത്തിൽ മണ്ണ് റോഡ് നിർമ്മിച്ചു. 38 വർഷമായി നിലനിൽക്കുന്ന തർക്കത്തിനാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെയും സെക്രട്ടറിയുടെയും ശക്തമായ ഇടപെടലിലൂടെ പരിഹാരമായത്. പഞ്ചായത്തിന്റെ ആസ്തി രജിസ്റ്ററിലുള്ള റോഡിന്റെ അവകാശം ഉന്നയിക്കുന്ന മുട്ടോട്ടിൽ ലക്ഷ്മിക്ക് ആധാരപ്രകാരം 50 സെന്റ് സ്ഥലം മാത്രമാണുള്ളത്. റീസർവേയിൽ ഇവരുടെ കൈവശം 64 സെന്റ് സ്ഥലമുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. ഈ കയ്യേറ്റത്തിൽ പഞ്ചായത്ത് റോഡും ഉൾപ്പെട്ടിട്ടുണ്ട്. ഇത് വീണ്ടെടുക്കുക മാത്രമാണ് ചെയ്തതെന്ന് ചാലിയാർ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തോണിയിൽ സുരേഷും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അനീഷും പറഞ്ഞു. ലക്ഷ്മിയുമായി നിരവധി തവണ ചർച്ച നടത്താൻ തയ്യാറായെങ്കിലും ലക്ഷ്മി മുടന്തൻ ന്യായങ്ങൾ നിരത്തി തടസ്സപ്പെടുത്തുകയായിരുന്നുവെന്ന് സുരേഷ് തോണിയിൽ പറഞ്ഞു. ഞങ്ങള് നിരവധി തവണ ചർച്ചകളും ഉഭയകക്ഷി ചർച്ചകളും സർവകക്ഷി ചർച്ചകളും ഒക്കെ നടത്തി. പല സമയത്തും ഈ പറയുന്ന ഗുണഭോക്താക്കളും അതിന്റെ സമീപവാസികളുമായിട്ടുള്ള ആളുകളെയൊക്കെ പരാതിക്കാരെയും ഒക്കെ യോഗം വിളിച്ച് ചർച്ച ചെയ്തു. പക്ഷേ എല്ലാവരുടെ ഭാഗത്തുനിന്ന് സഹകരണം ഉണ്ടായി. ഒരു കുടുംബത്തിന്റെ ഭാഗത്തുനിന്ന് മാത്രം സഹകരണം കിട്ടാതെ ബാലിശമായി അവർ ഇതിന് തടസ്സവാദം ഉന്നയിച്ച് 87 മുതൽ 2025 വരെ തടസ്സം ഉന്നയിച്ചു പോരുകയായിരുന്നു. ഇന്നലെ ബഹുമാനപ്പെട്ട സെക്രട്ടറിയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും അടങ്ങുന്ന ടീം നിലമ്പൂർ പോലീസ് ഇൻസ്പെക്ടറുമായി സംസാരിച്ച് ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും പൂർത്തീകരിച്ച് ഇന്ന് ഈ റോഡ് വീണ്ടെടുത്തിരിക്കുകയാണ്. ഇതിൽ ശ്രീമതി ലക്ഷ്മിയുടെയും അവരുടെ കുടുംബത്തിന്റെയും ബാലിശമായ നിലപാടിന്, അവരുടെ തടസ്സത്തിന് ഏതെങ്കിലും രീതിയിൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെയോ അല്ലെങ്കിൽ ഈ ആസ്തി വീണ്ടെടുക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടി തടസ്സം നിൽക്കുകയാണെങ്കിൽ ആവശ്യമായ സഹായം തരാമെന്ന് ബഹുമാനപ്പെട്ട പോലീസ് സൂപ്രണ്ടും അതുപോലെ തന്നെ നിലമ്പൂർ SHOയും സ്റ്റേഷൻ ഹൌസ് ഓഫീസറും ഒക്കെ നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇത് ഗ്രാമപഞ്ചായത്തിന്റെ ആസ്തിയിലുള്ള സ്ഥലമാണെന്നും നാട്ടുകാരുടെ ആവശ്യങ്ങൾ ന്യായമാണെന്ന് വ്യക്തമായതിനാലാണ് ശക്തമായ നടപടി സ്വീകരിച്ചതെന്നും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇവരോട് നമ്മൾ പല പ്രാവശ്യം ചർച്ച ചെയ്യുകയും ഗ്രാമസഭയിൽ ഒരു തീരുമാനം വന്നു, പ്രമേയം വന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനമെടുത്തു, സെക്രട്ടറി ചുമതലപ്പെടുത്തി. അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ കൃത്യമായിട്ട് കളക്ടർക്കും SP-ക്കും കത്ത് കൊടുക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ SP ഓഫീസിൽ തന്നെ ഒരു നിർദ്ദേശം ഉണ്ടായി, വേണ്ട സംരക്ഷണം ഉണ്ടാകുന്നു. അങ്ങനെ 2-3 പ്രാവശ്യം നമ്മൾ പോലീസുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോഴും ഈ ലക്ഷ്മി എന്ന് പറഞ്ഞ സ്ത്രീ സ്റ്റേഷനിലേക്ക് വരികയോ യാതൊരു വിധത്തിലുള്ള ചർച്ചയിൽ പങ്കെടുക്കുകയോ ചെയ്തിട്ടില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ വൈകുന്നേരം ഞാൻ സ്റ്റേഷനിൽ പോയിട്ട് CIക്ക് കത്ത് കൊടുക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ പോലീസ് സംരക്ഷണം കൂടി വേണ്ട കാര്യങ്ങൾ ചെയ്തുതരാമെന്ന് പറഞ്ഞു. എന്തായാലും നാട്ടുകാർക്ക് വേണ്ടി വളരെ നല്ലൊരു കാര്യം ചെയ്യാൻ കഴിഞ്ഞാൽ റോഡ് വീണ്ടെടുത്തു. 38 വർഷമായിട്ട് പ്രശ്നമായിട്ട് കിടക്കുന്ന റോഡാണ്. ഒരു സെക്രട്ടറി എന്ന നിലയിൽ ശരിയാണ് ഒരു ഉത്തരവാദിത്വം ഇത്ര ധൈര്യത്തോട് ചെയ്യാനുള്ള ഒരു പ്രചോദനം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടുകാർ വന്നൊരു പരാതി തന്നു. അതിൻ്റെ പുറത്ത് ഞാൻ ഒരു അന്വേഷണം നടത്തി. അപ്പോൾ കാര്യങ്ങൾ മൊത്തം ഞാനത് പഠിച്ച് നോക്കിയപ്പം ഇത് മൊത്തം ശരിക്കും നാട്ടുകാരുടെ ഭാഗത്താണ് ന്യായമെന്ന് കണ്ടപ്പോൾ ഒരാളെ പേടിച്ച് നാട്ടുകാർ മൊത്തം പണിയടക്കാതിരിക്കുക, അതിനൊരു അറുതി വരുത്തണം എന്ന് കാര്യത്തിൽ തന്നെയാണ് ചെയ്തത്, അല്ലാണ്ട് വേറൊന്നുമല്ല. എന്തായാലും നിയമപരമായിട്ടുള്ള എല്ലാവിധ പരീക്ഷയും നമുക്ക് അതിനകത്തുണ്ട്. നമ്മുടെ റോഡ് പഞ്ചായത്തിൻ്റെ റോഡ് പഞ്ചായത്ത് വീണ്ടെടുത്തിരിക്കുകയാണ്. ഇപ്പം നേരത്തെ സുരേഷൻ പറഞ്ഞ പോലെ തന്നെ അവരുടെ സ്ഥലം കയ്യേറുകയോ അവർ അതിക്രമിക്കാനോ ചീത്ത വിളിക്കാനോ ഒന്നും പഞ്ചായത്തിലെ ജീവനക്കാരോ ഭരണസമിതി അംഗങ്ങളോ അല്ലെങ്കിൽ ഇവിടുത്തെ നാട്ടുകാരോ ആരും പോയിട്ടില്ല. എല്ലാം വീഡിയോയിൽ റെക്കോർഡാണ്. എല്ലാം നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ളൂ. അതുമായിട്ട് മുന്നോട്ട് പോകുക തന്നെ. ജില്ലാ കളക്ടർ, ജില്ലാ പോലീസ് മേധാവി എന്നിവരെ കാര്യങ്ങൾ ധരിപ്പിച്ചിരുന്നു. 1987 മുതൽ ചാലിയാർ ഗ്രാമപഞ്ചായത്തിന്റെ ആസ്തി രജിസ്റ്ററിലുള്ള റോഡ് തന്റെ സ്ഥലത്തിന്റെ ഭാഗമാണെന്ന് കാണിച്ച് മുട്ടോട്ടിൽ ലക്ഷ്മി കോടതിയിൽ നിന്നും കൊണ്ടുവന്ന കോടതി ഉത്തരവിനെ തുടർന്നാണ് വർഷങ്ങളായി ഈ റോഡ് കാടുപിടിച്ച് കിടന്നിരുന്നത്. എന്തായാലും ചാലിയാർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും സെക്രട്ടറിയും കൃത്യമായ നിലപാട് സ്വീകരിച്ചതാണ് റോഡ് വീണ്ടെടുക്കാൻ വഴിതെളിച്ചത്. 2 വാർഡുകളുടെയും അതിർത്തി നിർണ്ണയിക്കുന്ന റോഡ് കൂടിയാണിത്. അതിനാൽ തന്നെ ക്ഷേത്രത്തിലേക്ക് പോകുന്നതിനുൾപ്പെടെ നിരവധി കുടുംബങ്ങൾക്ക് ഈ റോഡ് ഏറെ സഹായകരമാകും.
റോഡിൽ കോൺക്രീറ്റ് പ്രവൃത്തി തുടങ്ങാൻ ഉടൻ ഫണ്ട് കണ്ടെത്തുമെന്ന് സുരേഷ് തോണിയിൽ പറഞ്ഞു. തങ്ങളുടെ സ്ഥലം ബലമായി പിടിച്ചെടുത്ത നടപടിക്കെതിരെ കോടതിയെ സമീപിക്കുമെന്ന് ലക്ഷ്മിയും സഹോദരിമാരും പറയുന്നു. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ. 1000 രൂപയുടെ 18 മാസ തവണകളും സ്കീം 2-ൽ 2000 രൂപയുടെ 15 മാസ തവണകളുമാണുള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്. വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായി.